പക്ഷേ വി ഡി സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും യൂത്ത് കോൺഗ്രസിന്റെ നേതാവും സോഷ്യൽ മീഡിയയുടെ കോണ്ടാക്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വി ഡി സതീശന് വേണ്ടി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ക്രിമിനലിനെ പിടിക്കപ്പെട്ടപ്പോൾ അന്താരാഷ്ട്ര ബന്ധം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അതിന്റെ ഭാഗമായ നിലപാടുകൾ കർശനമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനോ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല ആ കേസന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ ജില്ല മാറ്റിയിരിക്കുകയാണ് ഇപ്പോഴും എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ CPM-നെതിരായി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി ഇന്നലെ വരെ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും എതിരായി ED ഉൾപ്പെടെയുള്ളവരുടെ കടുത്ത കടന്നാക്രമം കോഴിക്കോട് തന്നെ 9 പേരെ റിയാസുമായിട്ട് പരിചയമുണ്ട് എന്നുള്ളതിന്റെ പേരിൽ റെയ്ഡ് ചെയ്യുന്ന അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായത്. ഞങ്ങൾ ഇന്നലെ അതിനെ ശക്തിയായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പ്രത്യേകിച്ച് CPIM-നെ കടന്നാക്രമിക്കാനാണ് CPIM-ന്റെ നേതാക്കളുമായിട്ട് അടുത്ത് ബന്ധമുള്ളവരെയെല്ലാം റെയ്ഡിന്റെ ഭാഗമായി ഒരു പകമറ സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടി വിരുദ്ധ മനസ്സ് രൂപപ്പെടുത്താനുള്ള ശ്രമം അവർ നടത്തുകയാണ്. വലിയ രീതിയിലുള്ള കൊള്ള BJP-യും സംഘപരിവാർ വിഭാഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലൊന്നും കേരളത്തിലുൾപ്പെടെ നിലപാടുകൾ സ്വീകരിക്കാത്ത ED ഇപ്പോഴും പാർട്ടിക്കെതിരായിട്ട് ഇതുപോലുള്ള റെയ്ഡും അതുപോലുള്ള പരിപാടികളും സംഘടിപ്പിച്ച് പാർട്ടി വിരുദ്ധ ശക്തിയുടെ പട്ടികയിൽ ഒന്നാമത്തെ പേരായിട്ട് ED സ്ഥാനം നേടുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. തൂഫാൻ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ലഹരി, പ്രത്യേകിച്ച് സിന്തറ്റിക് ലഹരിക്കെതിരായി ശക്തിയായ ക്യാമ്പയിൻ ഞങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് രംഗത്ത് വന്നത്. പക്ഷേ വി ഡി സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും യൂത്ത് കോൺഗ്രസിന്റെ നേതാവും സോഷ്യൽ മീഡിയയുടെ കോണ്ടാക്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വി ഡി സതീശന് വേണ്ടി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ക്രിമിനലിനെ പിടിക്കപ്പെട്ടപ്പോൾ അന്താരാഷ്ട്ര ബന്ധം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അതിന്റെ ഭാഗമായ നിലപാടുകൾ കർശനമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനോ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല ആ കേസന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ ജില്ല മാറ്റിയിരിക്കുകയാണ് ഇപ്പോഴും എന്ന് നമുക്ക് കാണാൻ കഴിയും. കസ്റ്റഡിയിൽ വാങ്ങാൻ തയ്യാറില്ല, ജയിലിലുണ്ട്, പക്ഷേ കസ്റ്റഡിയിൽ വാങ്ങുന്നില്ല, അന്വേഷിക്കുന്നില്ല, ഫലപ്രദമായ ഒരു നിലപാടും സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇതാണ് വി ഡി സതീശനുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂലമായ നിലപാട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഇപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ മുൻകൈയെടുത്തുകൊണ്ട് ഇത്തരം കേസുകൾ തേച്ചുമാച്ച് കളയുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അതിനൊപ്പം തന്നെയാണ് ഞങ്ങളെല്ലാം ഉള്ളത് എന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ED അന്വേഷണം മുഹമ്മദ് റിയാസിലേക്ക് വരുമെന്നുള്ളതാണ് ഒരു പോക്ക് കാണിക്കുന്നത്. കാരണം റിയാസിനെ ലക്ഷ്യം വെക്കുകയാണോ ED? മുഹമ്മദ് റിയാസിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതിൽ യാതൊരു വസ്തുതയില്ലാതാണ് എല്ലാവർക്കും അറിയാം. ഒരു വസ്തുതയില്ലാത്ത കാര്യം വസ്തുതയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങളും അതുപോലെ തന്നെ ED-യും ഇവിടെ കേരളത്തിലെ UDF-ന്റെ ഗവൺമെന്റും കേന്ദ്രത്തിലെ BJP ഗവൺമെന്റും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം. ഇനിയിപ്പോൾ അതൊരു വ്യക്തിപരമായ കേസായിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ, കാരണം പാർട്ടിയുടെ നേതാക്കളെ ലക്ഷ്യം വെക്കുമ്പോൾ അതിന് അല്ല, ഞങ്ങളിതിനെ ആ കേസുമായിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് വേറൊന്നുമില്ല. രാഷ്ട്രീയമായിട്ട് വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുക എന്നുള്ളതാണ് നേരത്തെ ഞങ്ങളെടുത്ത നിലപാട്. ആ നിലപാട് ഇനിയും തുടരും. അതിപ്പം റിയാസിനെതിരായിട്ട് വന്നാലും അതുപോലെ തന്നെ പാർട്ടിയുടെ നേതാവ് അടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർക്കെതിരായിട്ട് വന്നാലും ഒക്കെ ഞങ്ങൾ ആ നിലപാടാണ് സ്വീകരിക്കുക. രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ പിന്നെ വേറെ വിട്ടുവീഴ്ചയൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ജനങ്ങൾക്കും അറിയാം. അറിയിച്ചതിന് തെളിവില്ല എന്ന് മാത്രമല്ല, അറിയിച്ചില്ല എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള വിവരാവകാശ രേഖ കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അതൃപ്തി അറിയിച്ചിട്ടില്ല എന്നാണ് ആ രേഖ പറയുന്നത്. അപ്പോൾ കളവ് പറയുകയാണ്. കളവ് പറയുന്നതിന് പിന്നെ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഗവർണർ DGP വിളിച്ച് വരുത്തിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കോൺഗ്രസിന്റെ നയം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ്. മറിച്ച് ഒരു അതിർത്തിയും രേഖാമൂലം അറിയിക്കുന്നുമില്ല. ഗവർണറുടെ ഭയമാണോ? കോൺഗ്രസിന്റെ ഇന്നത്തെ ഒരു നിലപാട് പരിശോധിച്ച് നോക്കിയാൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണ പ്രക്രിയക്ക് പൂർണ്ണമായിട്ട് പിന്തുണയാണ്. അത് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യത്തിലായാലും സിൻഡിക്കേറ്റ് മെമ്പർമാരെ തീരുമാനിക്കുന്ന കാര്യത്തിലായാലും അതുപോലെ BJPയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ ഓരോരുത്തരെയും സെനറ്റിലേക്ക് നിരന്തരമായിട്ട് ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒന്നും തന്നെ ഒരു അക്ഷരം പറയാൻ അവർ തയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെ മറികടന്നുകൊണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഗവർണർ വിളിച്ചു ചേർക്കുക എന്നുള്ളത് സാധാരണ സംഭവിക്കുന്നതല്ല. മുമ്പ് അതിൽ ശ്രമിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ മുഖ്യമന്ത്രി തന്നെ ശക്തിയായിട്ട് അതിനെ എതിർക്കുകയും ഉദ്യോഗസ്ഥന്മാരെ അയക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ യാതൊരു കൂസലുമില്ലാതെ ഇവരെല്ലാം ഇതിന് വഴങ്ങിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു RSSന്റെ ഭരണം പോലെ ഇവിടെ VD സതീശൻ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം.